സാധാരണ ഉള്ള വെള്ളക്കൂവയല്ല, പൊടി വെള്ളയായിട്ടിരിക്കും. പക്ഷെ കലങ്ങി വരുമ്പോൾ ഏത് കളറാവും നിങ്ങൾ നോക്കോട്ടോ. നീലക്കൂവ. അപ്പൊക്കാണോ നീലക്കൂവ? പക്ഷികൾക്കൊന്നും ചൊറിച്ചിലില്ലേ? അതെനിക്ക് അവരുടെ ലാംഗ്വേജിൽ ചോദിക്കാൻ അറിയില്ലടി. ഞാനൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, പറഞ്ഞു തരാം. നമ്മൾ ഇടിയപ്പത്തിനുള്ള തേങ്ങാപ്പാലില്ലേ, അതിനകത്ത് വെള്ളം ചേർക്കുവോ? എന്ത് കട്ട്ലറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മൂക്കത്ത് വിരൽ വെക്കും. ഫ്ലവർ കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണിത്. കാണുമ്പോൾ ലുക്ക് അല്ലാത്ത സംഗതികൾ ചിലപ്പോ ടേസ്റ്റ് വൈസ് വളരെ നല്ലതായിരിക്കും. എന്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലല്ല ഒരിക്കലും ഈ വീട്ടിലുണ്ടാക്കണം. ചില കാര്യങ്ങള് വളരെ നല്ലതാണ് എന്റെ വീട്ടില്. പക്ഷെ നമ്മളിപ്പോ വന്ന വീട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പനും അമ്മയൊക്കെ ഉണ്ടാവും. നമ്മള് ചെയ്ത രീതി മോശമാണോ, നമ്മൾ വന്ന വീട്ടിൽ ചെയ്ത സംഗതികൾ മോശമാണോ നമുക്ക് പറയാൻ പാടില്ല. ന്യൂനതകളും കണ്ടുപിടിക്കണം, പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ്. രാവിലെ അമ്മ എന്നാ പൊടി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? കൂവ. എന്ത് കൂവയാന്ന് പറഞ്ഞോ? ഇന്നത്തെ കൂവ സാധാരണ ഉള്ള വെള്ളക്കൂവയല്ല, പൊടി വെള്ളയായിട്ടിരിക്കും. പക്ഷെ കലങ്ങി വരുമ്പോൾ ഏത് കളറാവും നിങ്ങൾ നോക്കോട്ടോ. അതെ, പിന്നെ കാണാം, അങ്ങിച്ചതാണ്. തിന്നുമ്പൊക്കെ ഉണ്ട്, പക്ഷെ പൊടി കുറച്ച് കഴിയുമ്പോ കളർ എന്തായി മാറും. ഞാൻ ആദ്യമായിട്ട് കുറുക്കിയപ്പോഴേ, നേരത്തെ ഇങ്ങനത്തെ ടിന്നിൽ തന്നെ ഇവള് വാങ്ങിച്ചുകൊണ്ട് വന്നത് യെല്ലോയിഷ് പോലെ വരും, ചുമന്ന നിറത്തില്. ഇത് കുറുക്കിയപ്പോ ഞാൻ ഓർത്ത് ഇനി ഇതുപോലെ പഴയതായിരിക്കും എന്ന് ഓർത്തപ്പോ എക്സ്പയറി ഡേറ്റ് ഒന്നും ആയിട്ടില്ല. 2026 വരെ, 26 ഏതാണ്ട് വരെ ഉപയോഗിക്കാം. ഇതിലുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ ഇത് എന്നാന്ന്. അന്നേരം ഇവളെ വിളിച്ചപ്പോ ഇവള് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതാണ് നീലക്കൂവ. അതുകൊണ്ടാണ് ആ കളർ തന്നെയാണ്. അപ്പൊ നിങ്ങക്ക് കാണാൻ കളർ. കൂവയെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. പറഞ്ഞതാ. നിങ്ങള് മധുരത്തിന് ശർക്കരയാട്ടോ. ഇത് പോരെ മധുരം? മതി, അധികം മധുരം വേണ്ട. കളർ മാറുന്നുണ്ട് കണ്ടോ. ശർക്കര ഇടുമ്പോ ശരിക്കും കളറിലേക്ക് വരും, നീല പോലെയുള്ള. നാളെ അമ്മ ഉണ്ടാക്കിയപ്പോ ഞാൻ വിചാരിച്ചേ അതാ ഞാൻ പറഞ്ഞ. പിന്നെ ഞാൻ ഓർത്ത ഞാൻ മേടിച്ചത് നീലക്കൂവയായിരുന്നു. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. എന്നോ മധുരം ഇതും കൂടെ ന്യൂട്രലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. പക്ഷെ വെള്ളക്കൂവ നമ്മൾ ഉണ്ടാക്കിയപ്പോ ശർക്കര ഇട്ടെങ്കിലും നമുക്ക് നല്ല അതെ ഗോൾഡൻ കളർ, ഗോൾഡൻ കളർ പോലെ. ഇത് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വരും. അല്ല ഇതുപോലെ ഇരിക്കുള്ളൂ. ഇച്ചിരി ഉപ്പിട്ടേക്കാം പൊടിക്ക്. നീലക്കൂവ കുറുക്കിയത്. അമ്മക്ക് ഇച്ചിരി കഴിക്കണം. വേണ്ട, എനിക്ക് നീലക്കൂവ അത്ര പോയിച്ചില്ല. ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചോണ്ട് അതെനിക്കറിയാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി നീലക്കൂവ എടുത്തതാ. ഈ പനിക്കൂർക്ക സൂപ്പ് ഉണ്ടാക്കുമ്പോഴുള്ള കളർ പോലെ. അതിന് വേറെ ഒരു കളറാ, പക്ഷെ ഡാർക്ക് കളർ ആണെങ്കിലും. ഇത് ഒലിവ് ഗ്രീൻ്റെ കണ്ടിരുന്നോ അല്ലേ? ഇനി ചൂടാറിച്ചത് കുടിച്ചേച്ചു വന്നിട്ട് വേണം പരിപാടി തുടങ്ങാൻ. ഓക്കെ, മധുരം അത് മതി, മധുരം ഉണ്ട്. നീലക്കൂവയുടെ രുചി ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ അത് കാരണമാണ് ഞാനിത് രുചിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. നോക്കട്ടെ എന്തായാലും. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ടേസ്റ്റ് എങ്ങനെയാണ് അതിന് സിമിലറായിട്ട് പറയാം, എനിക്കറിയില്ല എന്തിനോടാണ് പറയേണ്ടതെന്ന്. മധുരം എത്ര കൂടി ആവാം, ഞാൻ അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്കിഷ്ടമായി കേട്ടോ. അപ്പൊക്കാണോ നീലക്കൂവ? നീലക്കൂവ അപ്പൊ കഴിച്ചിട്ടുണ്ടോ അതിനു മുമ്പ്? കഴിച്ചിട്ടുണ്ടോ? അല്ല ഇത് മതി, രാവിലെ എത്ര കഴിക്കുമ്പോ മതി. മധുരവും അധികം ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കിഷ്ടായി. കപ്പളത്തിന്റെ ചുവട് ഇത്രയധികം കരികിട ഇട്ടിരിക്കുന്നതിന്റെ ചേതോ വികാരം എന്താണ്? അത് അപ്പയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു അത്രയും അങ്ങനെ കൂടിക്കിടന്നാ അതിന് വേറെ ഓടൂല. അതില് വെള്ളം ഒഴിച്ചാ അതിലേക്ക് ഇറങ്ങൂല. ഒരു 3 ബക്കറ്റ് വെള്ളം ഒഴിച്ചാ പിന്നെ ആ ഓലയെല്ലാം മാറ്റിയിടണം. ഓല ചൂടാ. പാത്രങ്ങള് ഇതൊക്കെ ഉണങ്ങിയതാ. ഇതൊക്കെ എടുത്തോണ്ട് പോകണം. ഉണങ്ങാത്തത് ഇവിടെ ഉണങ്ങാനായിട്ട്.
ഇവിടെ നല്ല വെയിലുള്ള സ്ഥലം. പക്ഷെ ഇന്ന് ക്ലൗഡി അറ്റ്മോസ്ഫിയർ അല്ലേ? ശരിക്കും ഒരു ചെറിയ മൂടലുണ്ട്. അതെന്നാന്നോ, ഇന്നലെയൊക്കെ മഴ പൊടിഞ്ഞില്ലേ? 2 ദിവസമായിട്ട് എന്നും മഴ പൊടിയലുണ്ടല്ലോ. 2 ദിവസം മുമ്പ് മഴ ശരിക്കും പെയ്തു. ഇന്നലെ മഴ പൊടിഞ്ഞു. പകലതുകൊണ്ട് വലിയ വെയിലില്ല, പക്ഷെ ആവിക്കലുണ്ട്. എന്നാണ് കാക്ക. അതെ, നമ്മള് പാത്രം വെച്ചപ്പോ ചിലപ്പോ ഒച്ച കേൾപ്പിക്കുന്നതായിരിക്കും. അതെ 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 അതെ. ഇതാണ് ആ പ്ലാവ്. ആ മഴക്കാറുണ്ട് കേട്ടോ. പക്ഷികൾ കൂടുകൂട്ടുന്ന പ്ലാവ്. ചെടി, ആ ചെടിയിലടി കുഞ്ഞു കിളിയിലെ നീലപ്പൂള്ള ഒരുപാട് കുഞ്ഞു കിളിയുണ്ട് അവിടെ. ഇത് ഉണങ്ങിയതൊക്കെ നമുക്ക് എടുത്തോണ്ട് പോവാം. നമ്മുടെ തന്നെ മുളച്ചു വന്ന കറിവേപ്പ് സൂം ചെയ്തേ. വലിയ കറിവേപ്പ് ഇതാണത്. അതെ, ഇപ്പൊ ഒരു കെണിയായി. ആ പാഷൻ ഫ്രൂട്ട് മുഴുവൻ കയറി അതിലേക്ക് വലഞ്ഞു കിടക്കുക. ഇപ്പൊ എന്താവൂന്നറിയില്ല. ഇനി നമ്മള് പന്തലിടാൻ പോവല്ലേ? അല്ല, ഇതിന് പന്തല് വരൂലല്ലോ. ഇനിയിപ്പൊ തൈ പാകി നിർത്തിയേക്കണേന് ഈ ആഴ്ച ചേട്ടൻ വരും അളവെടുക്കാൻ. ഒരാഴ്ച കൊണ്ട് ഫിറ്റ് ചെയ്ത് തരാന്നാ പറഞ്ഞത്. ഇതിപ്പോ ഒരു നാശമായി. കറിവേപ്പ് പോകുന്നുള്ളത്. കാര്യം വേണ്ട കറിവേപ്പ് ഇവിടെ ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ചാച്ചൻ അവിടെ ചെന്നപ്പോ പറഞ്ഞേ, ഏത് മരത്തേല് പാഷൻ ഫ്രൂട്ട് കയറ്റിയാലും ആ മരം നശിപ്പിക്കുന്നു. അത് ഈ തൈമരങ്ങളാണെങ്കിൽ. പിന്നെ അതിൽ ഇത്തിക്കണ്ണിയും കയറിയിട്ടുണ്ട്. കറിവേപ്പയിൽ ഇത്തിക്കണ്ണി കയറിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കറിവേപ്പുകൾ പറമ്പിലുണ്ട്. പക്ഷെ എന്നാലും ഇതൊരു നല്ല സ്ഥാനത്ത് നിക്കണമായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, പാഷൻ ഫ്രൂട്ടെങ്കിൽ പാഷൻ ഫ്രൂട്ട്. വേറെ കറിവേപ്പ് ഉണ്ടല്ലോ, ലൈനായിട്ട് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ട്. അതൊക്കെ തൈ കറിവേപ്പുകളാണ്. കുയിലെത്തി. അപ്പ പറയടെ ഈ തളിരിടണ സീസൺ അല്ലേ മാവൊക്കെ, അത് തളിര് തിന്നാൻ വന്നതാന്നാ പറയണേ. അതുകൊണ്ടായിരിക്കും. ഞാനൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, പറഞ്ഞുതരാം. ഇതിലേക്കൊന്ന് സൂം ചെയ്ത്. ഈ സപ്പോർട്ടയാണോ അമ്മ ഉണ്ടായിന്ന് പറഞ്ഞ? വെയിലേറടിക്കുന്ന ഭാഗത്താ ഉണ്ടായേക്കണം. അപ്പേട് പറയാം. മറ്റേടത്ത് ഞാൻ വിചാരിച്ചു മറ്റേ ഓവലാന്ന്. അല്ല, തായ്മരം അപ്പുറമുള്ള മരത്തിന്റെ കൊമ്പിറക്കി കഴിഞ്ഞാൽ അവിടെ വെയിലേറടിച്ച് അവിടെ ഉണ്ടാവും. ഇത് വെയിലേറടിക്കുന്നോണ്ടാ. പക്ഷെ മുഴുവൻ കിളികൾ കൊണ്ടുപോകും, അത് വേറെ വിഷയാ. അവിടെ ഒരു സംഭവം ഉണ്ട്, ഞാനൊന്ന് ചെന്ന് നോക്കി വെച്ച് വരട്ടെ. അത് ഞാൻ ഇവിടെ നിന്ന് നോക്കിയത് കണ്ണിന്റെ വശം കാണുമെന്ന് അറിയില്ല. പൈനാപ്പിൾ ഉണ്ടോ? പോരെ. ഉണ്ടല്ലോ. ഇല്ല, പൈനാപ്പിൾ അല്ല, അത് ഇലയാ. അത് ഞാൻ ഇവിടെ നിന്നേ കണ്ടു. പണ്ട് വേനൽ മഴ പെയ്യുമ്പോഴേക്കേ ഞാൻ ഈ മാവിന്റെ ചുവട്ടിലേക്ക് ഓടി വന്നോണ്ടിരുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഇവിടെ കണ്ടോ, ഫുൾ കാടായി. കഴിഞ്ഞ കോവിഡിന്റെ ആ ടൈമിൽ ഈ മാവ് നിറച്ചു മാങ്ങ വന്നു. ബക്കറ്റിലാ ഞാൻ മാങ്ങ എടുത്തോണ്ട് വന്നന്ന്. പിന്നെ ഉണ്ടായിട്ടില്ല. ഇവിടത്തേക്ക് കാട് കണ്ടോ, ഞങ്ങള് വളർത്തണം കേട്ടോ. അത് നമ്മുടെ സാധാരണ ഈന്തപ്പഴം ഉണ്ടാവണാണോ? അതല്ലേ ഈന്തക്കുരു. അത് എനിക്ക് അതിനെപ്പറ്റി പറയാനറിയില്ല, അപ്പയ്ക്ക് അറിയാതെ. ഈന്തപ്പഴം ഒന്നും ഉണ്ടാവണല്ലോ, അത് നമ്മുടെ ഇവിടെ ഉണ്ടാവൂലല്ലോ. ഇത് വേറൊരു ഈന്തക്കുരു കട്ടുകളഞ്ഞ് എന്തൊക്കെയോ പലഹാരം ഉണ്ടാക്കുമോ, ഇതിനെപ്പറ്റി അറിയില്ല. ആര് ചെയ്യാനാ? അമ്മച്ചി. പഴയ ആൾക്കാർക്ക് അതിന് ക്ഷമയുള്ളൂ. അതിങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഒരു തരം കായ, ഈന്തക്കുരു എന്നാണ് അതിന് പറയണത്. അപ്പടി ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. എനിക്ക് വലിയ ഐഡിയയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, സുരേഷ് ചേച്ചൻ്റെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. അവിടെ എന്നിട്ട് അതിൻ്റെ പായലിട്ട് ഉണക്കുമായിരുന്നെന്ന് എനിക്ക് തോന്നണം. എനിക്ക് ശരിക്ക് അറിയാൻ മേലാട്ടോ അതിനെപ്പറ്റി. ഓക്കെ, ഇത് ഞാൻ പൈനാപ്പിളാന്നും പറഞ്ഞു വന്നതാ. ഇല കൊണ്ട് അല്ല. ഇത് കണ്ടോ, നമ്മുടെ പറമ്പ് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഗ്ലാൻസിൽ കുറേശ്ശെ കാണിച്ചു. ഇതെല്ലാം നമ്മുടെ പറമ്പ് അങ്ങ് അറ്റം വരെ കാടാന്നേ ഉള്ളൂ. അതെ, ശരി, നീ പോവാം. പിന്നെ ഓരോന്നിനും സപ്പോർട്ട് കിട്ടാൻ വെട്ടി വെക്കണം. ഇവിടെ അല്ലേ നമുക്കൊരു ബംബ്ലൂസ് നാരകം ഉള്ളത്? അവിടെ പണ്ട് തന്നത് ചേലാട്ടില്ല. അത് ഇത് അല്ലേ, അതിന്റെ കാട് കളയാൻ. അത് വയറ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഇത് ഫുള്ളായിട്ടുള്ളത് കാണിക്കാം. കാരണം അത് വെട്ടാൻ പോയ ചൊറിയും നമുക്ക്. അതെ 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 അതെ. അല്ലെങ്കിൽ തന്നെ ചൊറിച്ചില്ല, പൊടി ഇടിച്ചു കഴിഞ്ഞാൽ. എവിടെന്നാ ചൊറിച്ചില് വന്നേന്ന് തന്നെ അറിയില്ല. അറിയാൻ മേല. അതെ, ഏത് പൊടിയെന്നാണ് കിട്ടണേന്ന് അറിയില്ല. പറമ്പിൽ ഇറങ്ങാൻ പേടിയാകും. മുട്ടപ്പഴത്തോല് 2 കിടക്കണ കണ്ടായിരുന്നോ? ഈ പക്ഷികൾക്കൊന്നും ചൊറിച്ചിലില്ലേ? അതെനിക്ക് അവരുടെ ലാംഗ്വേജിൽ ചോദിക്കാൻ അറിയില്ലടി. അല്ലായിരുന്നെങ്കിൽ അമ്മ ചോദിച്ചാനെ. കണ്ടോ, മുട്ടപ്പഴം വീണ്ടും ഉണ്ടായല്ലോ. അതെ,
കായായോ? ആയെന്ന് തോന്നുന്നു. അവിടെ ഒരു പൂന്നല് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ചായാകുമ്പോ പിടിക്കാന്ന്. ഫ്രഷ് നട്ടതാ 2 വെള്ളയാ 2. വെള്ള ആയതുകൊണ്ട് അപ്പയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പച്ചയും തോര അവിടെ ഉണ്ടായി നിൽക്കണം. ഒരുപാടുണ്ട്. എന്നോട് ചോദിക്കും എന്തിനാ നിർത്തിക്കൊണ്ട് നിൽക്കണത്, പറിച്ചെടുക്കാൻ മേലേന്ന്. ഞാൻ പറഞ്ഞത് ആവശ്യമുള്ളപ്പോൾ അന്നേരം പറിക്കാം, ഫ്രഷ് ആയിട്ട് നമ്മുടെ പറമ്പിൽ നിൽക്കണതല്ലേ. അതെ. പിന്നെ ഞാൻ ആ കുഞ്ഞോള് വരുമ്പോഴൊക്കെ ഓരോ വളമൊക്കെ പറിച്ചു കൊടുക്കും. ശരി, അപ്പൊ ഇതൊക്കെയാണ് പറമ്പിലെ കാഴ്ചകൾ. പറമ്പെന്ന് പറഞ്ഞാൽ കാടാണ്. ഇനിയിപ്പോ വേനലാകുമ്പോ വെട്ടിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് കിടന്നോളും. മഴയൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ മഴ പിടിക്കുമ്പോൾ ഇതുപോലെ വനാവും. മാംഗോസിനൊക്കെ വലുതായി തുടങ്ങി. എന്നൊന്ന് കായ്ക്കുവോ അതറിയില്ല. മഴവിനൂര് ഒന്നിപ്പോ കണ്ടില്ലേ? അതെ അതെ അതെ, വലിയ മരം. അത് വീട്ടിൽ നിന്ന് ഇറങ്ങണ ഇങ്ങനെ എൻട്രൻസിൽ തന്നെ അല്ലേ, മിറ്റം കിട്ടിയേക്കണതിന്റെ പുറത്തായിട്ട്. അവിടെ ഈ കനാല് വെള്ളം ഒഴുകണത് കൊണ്ട് നനവിന് നല്ല ഇതാ. ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട് അവിടെ. രാത്രി പോയതുകൊണ്ട് അധികം കാണാൻ പറ്റിയില്ല. നമ്മൾ ഇടിയപ്പത്തിനുള്ള തേങ്ങാപ്പാലില്ലേ, അതിനകത്ത് വെള്ളം ചേർക്കുവോ, ഏത് തേങ്ങാപ്പാലാണ് ഡൈലൂട്ട് ചെയ്തിട്ടാണോ എടുക്കണേ, പഞ്ചസാര ഇടുവോ, അങ്ങനെ കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. അതൊന്ന് പറയാവോ? പറയാം. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. തേങ്ങാപ്പാൽ എടുക്കുമ്പോ തേങ്ങ ചെരണ്ടേച്ച് മിക്സിയിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമ്മള് അടിച്ചൊന്നെടുക്കും പിഴിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനുള്ള തേങ്ങാപ്പാലാകുമ്പോൾ ആ ചെരുവത്തിലേക്ക് അത് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് വെച്ച് പിഴിഞ്ഞെടുക്കും. കാരണം വളരെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇടിയപ്പത്തിന് വേണ്ട, കുറച്ച് ലൂസായിട്ടുള്ളത്. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് പിഴിഞ്ഞെടുക്കുക. തലപ്പാൽ എടുക്കണമെങ്കിൽ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം അടിക്കുക. എന്നിട്ട് ആദ്യം പിഴിഞ്ഞെടുക്കണത് തലപ്പാലായിട്ട് മാറ്റി വെക്കുക. 2ാം പാൽ എടുക്കാൻ ആ പിശടിലേക്ക് സാധാ വെള്ളം വീണ്ടും ഒഴിച്ച് വെച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ ഇടിയപ്പത്തിന് എടുക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത തേങ്ങാപ്പാലിലേക്ക് നമ്മള് മധുരവും ചേർക്കണം. അങ്ങനെയാ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കേ. ഇതൊരു സ്പെഷ്യൽ കട്ട്ലറ്റ് മേക്കിംഗ് ആണ്. എന്ത് കട്ട്ലറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മൂക്കത്ത് വിരൽ വെക്കും. ഇതിങ്ങനെയും കട്ട്ലറ്റ് ഉണ്ടാക്കുമോ? ഇത് വെജിറ്റേറിയൻ കട്ട്ലറ്റ്. അതെ അതെ അതെ. മുട്ടവെള്ള പോലും ഉപയോഗിക്കാത്ത, നമ്മൾ പറമ്പിൽ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു പച്ചക്കറി കൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കട്ട്ലറ്റ് ആണ്. അതിന്റെ ഉരുട്ടൽ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോ അത്ര ലുക്കായിട്ടും തോന്നില്ല, പക്ഷെ നല്ല രുചിയാട്ടോ ഇതിന്റെ മിക്സ്. കാണുമ്പോ ലുക്ക് അല്ലാത്ത സംഗതികൾ ചിലപ്പോ ടേസ്റ്റ് വൈസ് വളരെ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്നേ പറയുള്ളൂ. കട്ട്ലറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പറയാൻ പറ്റും. കാരണം ഈ മിക്സ് ഉണ്ടല്ലോ, ഇതിന് ഭയങ്കര രുചിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ പറമ്പിൽ ശ്രദ്ധിക്കാതെ പോകുന്ന, വളരെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന, നമുക്ക് 100% പോയിസൺ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറിയാണോ അത്, ഒരു ഫ്ലവർ ആണത്. ഫ്ലവർ കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഫൈനൽ പ്രോസസ്സിനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും കട്ട്ലറ്റായി വരുമ്പോൾ നല്ല രുചിയായിരിക്കും, ഉറപ്പാ. ഈ മിക്സിന് ടേസ്റ്റ് ഉണ്ട്. അതെ. എന്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലല്ല ഒരിക്കലും ഈ വീട്ടിലുണ്ടാക്കണത്. അതുപോലെ തന്നെ മറ്റുള്ള വീടുകളിലും അങ്ങനെ ആയിരിക്കൂല. പക്ഷെ എനിക്ക് വന്നപ്പോ കുറച്ചൊക്കെ സാദൃശ്യം ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അധികം ദൂരയില്ലാത്ത ഗ്രാമപ്രദേശങ്ങളല്ലേ രണ്ടും, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങള് ഇവിടത്തെ വളരെ നല്ലതുണ്ട്, ചില കാര്യങ്ങള് വളരെ നല്ലത് എന്റെ വീട്ടില്. പക്ഷെ നമ്മളിപ്പോ വന്ന വീട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പനും അമ്മയൊക്കെ ഉണ്ടാവും, നമ്മളെ ഹസ്ബൻഡ് ഉണ്ടാവും. അവർക്ക് ഏത് രീതിയിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിലല്ല അമ്മമാരൊക്കെ ആണെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ അത് കണ്ട് ഞാൻ ആ രീതിയിലേക്ക് അങ്ങ് മാറി. അത് നമ്മളെല്ലാവരും ന്യൂജൻ ആണെങ്കിൽ, ഇപ്പോഴത്തെ പിന്നെ പിള്ളേരൊക്കെ സ്വയം ചെയ്യണവരായിരിക്കും. ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആയിരിക്കും താമസിക്കുന്നതൊക്കെ. അപ്പൊ നമ്മളിപ്പോ വന്ന വീട്ടിൽ ഏത് രീതിയാണെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ചെയ്ത രീതി മോശമാണോ, നമ്മൾ വന്ന വീട്ടിൽ ചെയ്ത സംഗതികൾ മോശമാണെന്നോ നമുക്ക് പറയാൻ പാടില്ല. രണ്ടും 2 രീതിയാണെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല കറികളും പല ഐറ്റംസും ഇടുമ്പോ ഇങ്ങനെ പറയും അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയും. അങ്ങനെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരേ വീട്ടിലും ഇപ്പൊ ഇവിടത്തെ തന്നെ പല വീട്ടിലും ഇവിടത്തെ തന്നെ ചില വീട്ടിൽ ചില സംഗതി കുഴഞ്ഞിരിക്കണം ഇഷ്ടമല്ല, വിട്ടുവിട്ടിരിക്കണം. ഇവിടെ പക്ഷെ കുഴഞ്ഞിരിക്കണം പല ഐറ്റത്തിനും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ ചെയ്യണേ കേട്ടോ. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യണത് ഒരിക്കലും മോശമാണെന്ന് പറയാൻ പാടില്ല. അതുപോലെ ഞാൻ ചെയ്യണത് ഇതിന്റെ ഇഷ്ടത്തിന് ചെയ്യണു, ഇവിടത്തെ ഇഷ്ടത്തിന് ചെയ്യണു, അതുകൊണ്ട് അതും മോശമല്ല.
മറ്റുള്ളവർ ചെയ്യണതും ഒരിക്കലും മോശമല്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നമ്മുടെ വീഡിയോയിൽ മിക്കപ്പോഴും കാണാറുണ്ട് എന്തിനാണ് ഇത്രയും കുഴക്കുന്നത്, എന്തിനാണ് ഇത്രയും കുറച്ച് മുളക് പൊടി ഇടണത്, ഇങ്ങനെയല്ല വേണ്ടത്, മസാല കൂടുതൽ ഇടണം, കൂടുതൽ എരിവ് ഇടണം, കൂടുതൽ പുളി ഇടണം എന്നൊക്കെ പലരും പറയാറുണ്ട്. അത് അവരുടെ ടേസ്റ്റ് അങ്ങനെയായിരിക്കും. ചിലപ്പോ കൂടുതൽ മസാല ഇടണം, ഭയങ്കര എരിവുള്ളതായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലപ്പോ ഭയങ്കര പുളിയുള്ളതായിരിക്കും ഇഷ്ടം, ചിലപ്പോ കുഴയാതെ വിട്ടുവിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അത് അവരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ നമുക്കും അതുപോലെ നമ്മുടെ ഇഷ്ടത്തിലാണ് നമ്മളും ഇവിടെ ഉണ്ടാക്കുന്നത്. സോ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ കഞ്ഞിയിൽ വെള്ളം, അതെ അതെ, ഞങ്ങൾ കഞ്ഞിവെള്ളം ഇഷ്ടം പോലെ കഞ്ഞിയിലുണ്ടാവും. പക്ഷെ കഞ്ഞി അധികം നൂറ്റിയെടുക്കുന്നത് താല്പര്യമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഞ്ഞി നൂറ്റിയാണ് എപ്പോഴും എടുക്കണം. കഞ്ഞിവെള്ളം പാത്രത്തിൽ കിടക്കും. അത് ശരിക്കും കളയുക ചെയ്യണം. മിക്കവാറും കാന്താരിയുടെ ഒക്കെ ചോട്ടിൽ നിറപ്പിച്ച് ഒഴിക്കലാ പതിവ്. പുളിപ്പിച്ച് ഒരു പാത്രത്തിൽ പുറത്ത് വെച്ച് നിറപ്പിച്ച് ഒഴിക്കലാ പതിവ്. എനിക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം കൂടുതൽ ഉപയോഗിക്കണ ഇഷ്ടം. പക്ഷേ സ്റ്റാർച്ച് അല്ലേന്ന് ഓർത്ത് ഞാനും അതങ്ങ് ഉപേക്ഷിച്ചു വെക്കാൻ. അതാണ് അതിന്റെ വ്യത്യാസം. എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും കഞ്ഞിവെള്ളമായിട്ട് കൂടുതൽ കുടിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും, എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ സ്റ്റാർച്ച് അധികം ചെന്നാൽ എനിക്ക് ശരീരത്തിന് ശരിയാവില്ലാത്തതുകൊണ്ട് ഞാനതിപ്പോൾ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ളൂ. അതാണ് ഓരോരുത്തരുടെ. ഇപ്പൊ ഉപ്പ് ചേർത്തൊന്ന് നോക്കിക്കേ. എനിക്ക് തോന്നി മതിയെന്ന്. ഉപ്പുനീര് തളിച്ചായിരുന്നു. മതി, ഇനി മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നത്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ. ഞാൻ വിചാരിച്ചു അത് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു കറിയല്ലേ, അങ്ങനെയാ ഞാൻ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ചെറുപയർ വന്നപ്പോ നല്ല രുചിയുണ്ട്. ഇറ്റ്സ് റിയലി ടേസ്റ്റി. എന്നോട് ട്രൈ ചെയ്യാറ് കേട്ടോ. എന്നോട് ഈ ചെറുപയർ ഇട്ട് തോരൻ വെക്കണ കാര്യം, ഈ തോരന്റെ അല്ല കേട്ടോ, ചെറുപയർ കൊണ്ട് വാഴക്കൂമ്പ് തോരനും വാഴപ്പിണ്ടി തോരനും ഉണ്ടാക്കിയ ടേസ്റ്റിയാന്ന് പറഞ്ഞേക്കണ ഗ്ലേസ് ചേച്ചി. അതായത് എന്റെ വല്യമ്മയുടെ അമ്മയുടെ ചേടത്തിയുടെ മകളാ. ഗ്ലേസ് ചേച്ചി എപ്പോഴും എന്നോട് പറയും, മോളെ വൻപയർ ഇടുന്നതിലും രുചി ഉണ്ട്, ചെറുപയർ ഇട്ടൊരു ദിവസം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൂമ്പും പിണ്ടിയൊക്കെ ഉള്ളവരല്ലേ, ഇപ്പൊ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഇന്നാൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോ നമ്മള് പറഞ്ഞില്ലേ പിണ്ടിക്ക് നല്ല രുചിയായിരുന്നു. അതുപോലെ വാഴക്കൂമ്പും നല്ലതാ. ഇന്നാള് ഞാൻ അങ്ങനെ ഒരു ട്രയൽ ചെയ്ത് ഹസ്ബൻഡ് പോലും കണ്ടുപിടിച്ചില്ല. ഞാലിപ്പൂവൻ വാഴയുടെ കൂമ്പ കുറെ പൊളിച്ചു കളഞ്ഞ പാളികളല്ല, അടർത്തി കളയേണ്ട പോളകളെ പൊളിച്ചു കളഞ്ഞ വെച്ച് വെള്ളത്തില് ഓർഡിനറി ഒന്ന് കഴുകി, എന്നിട്ട് അരിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ കഴുകി, അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ തിരുമ്പി വെച്ചു. എന്നിട്ട് ചെറുപയർ വേവിച്ചേച്ച് തേങ്ങയിട്ട് തോരൻ ഉണ്ടാക്കിയിട്ട് പാളയംകോടനാന്നോർത്ത് അപ്പ കഴിച്ചത്. പാളയംകോടന്റെ കുടപ്പനാന്നോർത്ത്. അതെന്താണെന്നറിയാമോ, അതിങ്ങനെ പല ട്രിപ്പ് കഴുകി പിന്നെ മഞ്ഞയാവുന്നവരെയും പൊളിച്ചു കളഞ്ഞതിന്റെ പോള. അപ്പൊ പിന്നെ അതില് വേറെ ചമറപ്പതിവ് ഉണ്ടാവൂല. പിന്നെ ചെറുപയർ കൂടുതൽ ചേർത്തു. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എവിടെയാ വാഴ കൊലച്ചേക്കണ. ഞാൻ പറഞ്ഞു പാളയംകോടനിലേക്ക് ഞാലിപ്പൂ തന്നെയാണോ? അങ്ങനെ ഞാലിപ്പൂവിന് അമ്മൻവസ് ഞാലിപ്പൂവിന്റെയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് ട്രയൽ നോക്കിയായിരുന്നു, കണ്ടുപിടിച്ചില്ല. ന്യൂനതകളും കണ്ടുപിടിക്കണം, പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല.